الله اللهم صل على اللهم صل على يكفي الجنب. ഓക്കെ. മാല കുറേ ഉണ്ടല്ലോ സാർ. 1600 പൗണ്ടാണ്. നമുക്ക് 150 കിലോമീറ്റർ അല്ലേ സാർ? 3.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ. അവിടെ കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും. 3 മണിക്കൂർ അവിടെ സ്റ്റേ ചെയ്യും. 1600 പൗണ്ട്, 2000 റുപ്യാൻ്റെ മേലുണ്ടോ? അപ്പോൾ അത്ര കുഴപ്പമില്ല. അത്രയും ദൂരമുണ്ട്, മരുഭൂമിയിലൂടെയാണ്. അല്ലാതെ വേറെ നമുക്ക് ഇതിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഇവിടെ. ഇന്നയാൾക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ഷാദുൽ ഇമാമിൻ്റെ അടുത്ത് പെട്ടെന്ന് എത്താനുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഇതുവരെ ഇല്ല. കാരണം ഈ മർസാലമാണ് ഇവിടെ ടൗൺ. ഇവിടേക്ക് എപ്പോഴും ഇതേപോലെയുള്ള ബസ്സുകൾ ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടറിയില്ല, എന്നാലും രാവിലെ വൈകുന്നേരം ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഇങ്ങനെ ടാക്സികളാണ്. അല്ലെങ്കിൽ നമ്മൾ ടീമായിട്ട് കൈറോയിൽ നിന്ന് തന്നെ ബസ് വിളിച്ച് വരണം. ഈ വണ്ടിയിൽ ഇതാ ഖുർആൻ. വിശാലമായി പരന്നു കിടക്കുന്ന റോഡുകൾ, മുന്നിൽ വലിയ മലകൾ, അതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഇൻഷാ അല്ലാഹ്. ഒരു പോലീസ് ചെക്കിങ് കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഇത് അതിർത്തി പ്രദേശമായതുകൊണ്ടേ ഈ ഡ്രൈവറിനോട് ആരൊക്കെ പോണത്, എത്ര ആളാണ്, വണ്ടീൻ്റെ നമ്പർ ഒക്കെ ചോദിച്ച്. ഞങ്ങളെ പാസ്പോർട്ടും ചോദിച്ചൊന്നുമില്ല. അങ്ങനെ നേരെ പോവാണ്. നമ്മൾ നേരത്തെ കണ്ട മലകൾ മുന്നിൽ കണ്ട് സൈഡിലിതാ ഇങ്ങനെ പരന്ന കാഴ്ചകളാണ്. ദീർഘമായൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ ഷാദുൽ ഇമാമിൻ്റെ മസാറിനടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള മരുഭൂമികളും കല്ലിട്ട പാറകളും കുന്നുകളൊക്കെ ആയിരുന്നു. വിജനമായ സ്ഥലം. ഇടയ്ക്ക് ബതുക്കൾ ആടിനെ നോക്കുന്ന സ്ഥലമുണ്ട്, ആടിനെ കറക്കുന്ന സ്ഥലമുണ്ട്, ആടിനെ കറന്ന് ലൈവായി പാല് കുടിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോ കാഴ്ചകൾ കണ്ട് കുറച്ചൊക്കെ ഓർമ്മ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഷാദുൽ ഇമാമിൻ്റെ ചാരത്തേക്കാണല്ലോ. ഇത് ഒരുപാട് മരുഭൂമികൾ താണ്ടിയിട്ടാണ് ഈ ഒരു മസാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്, ഹുമൈസറിലേക്ക് എത്തുന്നത്. വിജനമായി കിടക്കുന്ന മരുഭൂമിയാണ്. അങ്ങോട്ടുള്ള ലോഡ് സാധനങ്ങളോ മറ്റോ കൊണ്ടുപോകുന്ന ലോറികളോ മറ്റു ചെറിയ വാഹനങ്ങളോ അല്ലാതെ ഈ റൂട്ട് ഹുമൈസറയിൽ വെച്ച് അവസാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു വഴിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന മർസാലം വരെ മാത്രമേ ബസ് വരുള്ളൂ. അവിടുന്ന് ഈ മഹാൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ടാക്സി വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയിലൊക്കെ കൈ കാണിച്ച് കയറണം. അതെപ്പോൾ വരും എപ്പോൾ വരാതിരിക്കുമെന്ന് നമുക്കൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഈ ഒരു മരുഭൂമിയിലൊക്കെ അനേകം കൊള്ളസംഘങ്ങൾ ഉണ്ടാവലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി സമയത്തൊന്നും ഇതിലൂടെ ചെറിയ വാഹനത്തിലൊന്നും യാത്ര ചെയ്യാൻ സമ്മതിക്കാറില്ല. വലിയ ബസ്സിലൊരു ടീമായിട്ടൊക്കെ പോകുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയ വാഹനത്തിൽ 2-3 ആളുകളൊക്കെ ഇതിലൂടെ രാത്രി പോകുന്നത് അത്ര നല്ലതല്ല. കാരണം ഈ ഒരു മരുഭൂമിൻ്റെ പല സൈഡിലായി പലതും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പല കൊള്ള സംഘങ്ങളും യാത്രക്കാരുടെ മുതൽ തട്ടിയെടുക്കാൻ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് പകൽ യാത്ര ചെയ്യാണ്, ചെറിയ സംഘമാണെങ്കിൽ. അല്ലെങ്കിൽ വലിയ ബസ്സിലൊക്കെ പോകുമ്പം അങ്ങനെ ടീമായിട്ട് പോവുകയാണ് നല്ലത്. ഈ ഒരു സ്ഥലം ഇത്രയും അകത്തായതുകൊണ്ടാണ് കേരളത്തിലെ അധികം ആളുകളും മലയാളികളൊക്കെ ഈജിപ്തിലേക്ക് വരുമ്പം ഇങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത്. സംഘങ്ങളായി വരുമ്പം, ട്രൂപ്പുകളായി വരുമ്പം ബസ്സിലായിട്ട് അങ്ങനെ വരും. അല്ലാതെ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പരിചയമുള്ളവരൊക്കെ കൂട്ടി വരുമ്പോഴാണ് നമുക്ക് ഇവിടെ എത്താൻ കഴിയുക. ഇതൊക്കെ ഏതോ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പെട്രോൾ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ ഇത്രയും ദൂരം അകത്ത് വന്നിട്ടൊരു പെട്രോൾ സ്റ്റേഷൻ. എപ്പോഴേലൊക്കെ വണ്ടി എല്ലാം ഉണ്ടാവുള്ളൂ. നമ്മൾ ദർഗൻ്റെ ഭാഗത്തുനിന്ന് തെറ്റിയിട്ട് വേറെ റൂട്ടിൽ വന്നിട്ടാണ് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ഒരു പെട്രോൾ പമ്പ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തിന് പെട്രോൾ അടിച്ചിട്ടാണ് നമ്മളിനി അവിടെ പോകുന്നത്. ഈ പെട്രോൾ പമ്പിൻ്റെ ഭാഗമായിട്ടൊരു പള്ളി കാണുന്നുണ്ട് അവിടെ. മസ്ജിദ് ബൻസീമ ഡീസൽ. ഈ പെട്രോൾ പമ്പിൻ്റെ ആയിട്ടൊരു മാർക്കറ്റ് ഉണ്ട്, പക്ഷെ അത് തുറന്നിട്ടൊന്നുമില്ല, ആളില്ലാത്തതുകൊണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. ഈ കാറിലാണ് നമ്മൾ ഇതുവരെ വന്നത് കേട്ടോ. ഈ പെട്രോൾ പമ്പിൻ്റെ ആയിട്ടൊരു പള്ളിയുണ്ട് ചെറുത്. നമ്മൾ മൊറോക്കോയിലൊക്കെ കണ്ടിനല്ലോ അതുപോലെ തന്നെ. പക്ഷേ ഇതങ്ങനെ വിശാലമായി വരുന്നുള്ളൂ, ആൾ കുറവായതുകൊണ്ടേ. എപ്പോഴെങ്കിലൊക്കെ വണ്ടി വരലുണ്ടാവുള്ളല്ലോ. ഇരുന്നൊരു ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഇൻഷാല്ലാഹ് ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഷാദുൽ ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്തെത്തി. ആദ്യം ഇവിടെ ഒന്ന് വുളു എടുക്കാൻ ഉള്ള സംഗതി ഉണ്ട്. അസ്സലാമു അലൈക്കും ഹബീബ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇസ്മിക് أحمد خضير خادم. ما شاء الله. عبد الرحمن. ما شاء الله ما شاء الله. خادم برضه. الحمد لله. لا زي ما انت يا أحمد. زي ما انت هذه قبلك يا أحمد. تمام. بالصلاة على النبي.
تفضل يا سيدي تفضل. ഇത് മസാറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട് എന്തോ സംഗതിയാണ്. ഇവിടുന്ന് ഉളുടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഇത് കണ്ടോ, ഇത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ പിന്നെ ഈത്തപ്പനയുടെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ടല്ലോ, അതിൻ്റെ പട്ട വെട്ടിയിട്ടാണ് ഈ ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഇതിൻ്റെ ചുറ്റുഭാഗം കാണാൻ നല്ല ശാന്തം സുന്ദരം കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് നല്ല തുണി കൊണ്ട് ഉണ്ടാക്കിയ ഷീറ്റാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ലാഹു യുബാരിക് ഫീക്. ان شاء الله الطعام بعد اذان الظهر ان شاء الله. ഇവിടെ നല്ല റൂം. ഓ, നല്ല സ്മെല്ലും ഉണ്ടല്ലോ, നല്ല റൂം. ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കും ചെയ്യല്ലോ വേണമെങ്കിൽ. നമ്മളത് ഷെഡ്യൂളായതുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് സിയാറത്തിന് പോകണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ലഞ്ച് അവരൊരുക്കി തരൂലേ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അതിവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് കേട്ടോ ആ റൂം കാര്യങ്ങളൊക്കെ. അതിനവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്താൽ മതിയാവും, നിർബന്ധിച്ച് ചോദിക്കുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. ഇതാണ് ഇവിടെ നല്ലൊരു മജ്‌ലിസ് നടത്താൻ നല്ലൊരു സ്ഥലമുണ്ട് മാഷാ അല്ലാഹ്. ഇത് മസാറിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഒരു സ്ഥലം. അൽഹംദുലില്ലാ. ഇവിടെ ഇരിക്കാനും നല്ല സെറ്റപ്പിലൊരു സ്ഥലമുണ്ട്. നല്ലൊരു മജ്‌ലിസ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതൊക്കെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇത്തരം ഒരു സാധനം ഇവിടെ ഇത്ര വൃത്തിയിലുണ്ട് എന്ന് തോന്നില്ല. കാരണം അങ്ങനെയുള്ള ഏരിയയിലൂടെ, മരുഭൂമിയിലൂടെയാണ് നമ്മൾ ഇതുവരെ എത്തിയത്. കണ്ടോ, ഇവിടെയൊക്കെ മജ്‌ലിസ് ആയി ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട് മാഷാ അല്ലാഹ്. ഇവിടെ ഇങ്ങോട്ട് ഖിബിലായിട്ട് ഉണ്ട്. ഇത് പള്ളിയായിരിക്കും മിക്കവാറും. ഇതല്ലേ പള്ളിയാണ്? ഇത് പള്ളിയാണ്. അപ്പോൾ മജ്‌ലിസ് നടത്താനും പള്ളി സൗകര്യമൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. അൽഹംദുലില്ലാ. ഇവിടെ തന്നെ മാഷാ അല്ലാഹ്, ഇവിടെ തന്നെ ഒരു നല്ല കുളിക്കാനും ടോയ്ലറ്റ് പോകാനും വാഷ് ബേസും എല്ലാം നല്ല സൗകര്യമുണ്ട്. ഹീറ്ററുണ്ട്. നല്ല തണുപ്പുള്ള സമയമാണ്. ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കിയാണ് ഭയങ്കര അട്രാക്ഷൻ. വാർപ്പല്ല, ഈ ഈന്തപ്പന മടൽ കൊണ്ട് ഉണ്ടാക്കിയ മേൽക്കൂരയാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അൽഹംദുലില്ലാ. എന്ത് ഭംഗിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളല്ലേ. സൂപ്പറാണ് അൽഹംദുലില്ലാ. പിന്നെ ഇവിടെയും കുറേ റൂമുകളുണ്ട്. ഇതൊക്കെ റൂമാണ് കേട്ടോ. ഇത് റൂമാണ്. അതെല്ലാം മട്ടുണ്ടോ. വലിയ റാഹത്തുള്ള സ്ഥലം കേട്ടോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ മതി കുറച്ച് 2 ദിവസമൊക്കെ. ഇതെന്താ സാധനം? കിട്ടുന്നൊരു സാധനം. എനിക്ക് ചായ പോലുള്ള സാധനമായിരിക്കും. അൽഹംദുലില്ലാ. നമുക്കൊരു വെള്ളം കിട്ടിട്ടോ. നമ്മൾ നേരത്തെ ആളെ കാണിച്ചു തന്നില്ലേ, ആ സാധനത്തിൻ്റെ വെള്ളമാണത്. നല്ല ചൂടുണ്ട്. ഒന്ന് കുടിച്ചു നോക്കാം. നല്ല രസമുണ്ട്. ഒരു മുന്തിരിൻ്റെ ചോയ കണ്ടോ, മുന്തിരിൻ്റെ കളറുണ്ട്. അതൊന്ന് കുടിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങൾ കുളിച്ച് മാറ്റി ഫ്രഷായി. ഇനി സിയാറത്തിന് വേണ്ടി ഇറങ്ങണം കേട്ടോ അവിടെ നിന്ന്. അൽഹംദുലില്ലാ. 2 മണിക്ക് പറഞ്ഞേ. അൽഹംദുലില്ലാ. അൽഫമറ. അങ്ങനെ ഞാനിതാ ഷാദുൽ ഇമാം അന്ത്യവിശ്രമം കൊള്ളുന്ന മസാറിലേക്കാണ് ഇപ്പം കയറുന്നത്. ഇങ്ങനെ വിശാലമായ സ്ഥലമാണ്. അതൊരു പള്ളിയാന്ന് തോന്നുന്നു. ഇവിടെയാണ് മസാർ. ഇതിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ കയറി വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മാലകളൊക്കെ കച്ചവടം ചെയ്യുന്ന കടകളുണ്ട്. വിശാലമായ ഏരിയ ഉണ്ട്. ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളുണ്ട്. അൽഹംദുലില്ലാ. മഖാമ് ഖുത്ബുൽ അഖ്താബ്, മഹാൻ്റെ മസാറാണ് ഇതിനകത്ത്. അൽഹംദുലില്ലാ. വലിയ വിശാലമായ ഒരു കോമ്പൗണ്ടിന് ഇതിൻ്റെ ചുറ്റുഭാഗം നിർമ്മിച്ചിട്ടുണ്ട്. ബിൽഡിങ്ങിനെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ അങ്ങനെ ചെന്നാൽ ഈ ഒരു ഓപ്പൺ കോർട്ട്യാർഡിലൂടെ ചെന്നാലാണ് മസാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഇതാണ് മഹാൻ്റെ മസാർ കേട്ടോ. ഷാദുൽ ഇമാമിൻ്റെ ചാരത്താണ് ഞാനുള്ളത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൊറോക്കയിലാണ് ഷാദുൽ ഇമാം ജനിക്കുന്നത്. മൊറോക്കയിലെ സെബ്ത പട്ടണത്തിലെ ഗുമാറ ഗ്രാമത്തിൽ ഹിജ്റ 591-93 ഇമാം ഷാദുലി ജനിക്കുന്നത്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുആവിയ റളിയല്ലാഹു പറഞ്ഞയച്ച പടനായകനായ ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മൊറോക്ക കീഴടക്കിയ ശേഷം അവിടെ കൂടിയ അഹ്ലുബൈത്തിലെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം ഷാദുലി റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനായ ഹസൻ റളിയല്ലാഹുവിന്റെ 16ാമത്തെ പൗത്രനാണ് ഇമാം ഷാദുലി റളിയല്ലാഹു. സകല വിജ്ഞാന ശാഖകളിലും വൈദഗ്ധ്യം തെളിയിച്ചിരുന്നു. 7ാം വയസ്സിൽ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കി തന്റെ വീടിന് ചുറ്റുമുള്ള പണ്ഡിതന്മാരുടെ അടുത്തു നിന്നൊക്കെ ഇൽമ കരസ്ഥമാക്കിയിട്ട് മൊറോക്കയിൽ തന്നെ ഫെസ്സിലേക്ക് തുടർ പഠനത്തിന് വേണ്ടി നീങ്ങി. ഈ ഷാദുൽ ഇമാമിന്റെ മജ്ലിസുകൾ വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു, ഇമാം അഹ്മദ് ബിൻ ഹാജിബ്, ഇമാം അഹ്മദ് ബിൻ ദഖീഖ്, ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ്, ഇമാം അബ്ദുൽ അലീം അൽ മുന്ദിരി, ഇമാം ഇബ്നു സ്വാലിഹ്, ഇമാം
ഇമാം ഇബ്നു ഉസ്ഫൂർ തുടങ്ങിയവരൊക്കെ ഈ മഹാന്റെ ഷാദുലി മജ്ലിസിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഏകദേശം 63 വർഷമാണ് ഈ മഹാൻ ജീവിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ അനവധി പർവ്വത സമാനരായ അറിവുള്ള ശിഷ്യന്മാരെ അദ്ദേഹം സമ്പാദിച്ചിരുന്നു. ഹിജ്റ 656 ഷവ്വാലോ അല്ലെങ്കിൽ ദുൽഖഅദ മാസത്തിൽ ആ വർഷത്തെ ഹജ്ജിന് പോകുന്നതിനിടയിൽ ഈജിപ്തിലെ ഹുമൈസറയിൽ, അതായത് ഈ ഒരു സ്ഥലത്ത് വെച്ച് മഹാൻ വഫാത്താകുകയാണ് ഉണ്ടായത്. ഈ യാത്രയിൽ മഹാൻ മരണപ്പെടുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നത് പോലെ ഖബർ വെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഈ യാത്രയിൽ അദ്ദേഹം കരുതിയിരുന്നു. ഇബ്നു ബത്തൂത്ത സൂചിപ്പിക്കുന്നുണ്ട്, ഹുമൈസറയിലെത്തി കുളിച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നതിനിടയിൽ അവസാന സുജൂദിലാണ് മഹാനവറുകൾ മരിക്കുന്നത് എന്ന്, അതായത് ഈ സ്ഥലത്ത് വെച്ച്. ആ സമയത്ത് വസിയത്ത് ചെയ്തതിൽപ്പെട്ടതാണ് ഹിസ്ബുൽ ബഹ്റൈനി മുറുകെ പിടിക്കാൻ നിർദ്ദേശം. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖിന്റെ പിൻഗാമിയായി അബ്ദുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിനെ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ വഫാത്തിന് ശേഷം മഹാനവറുകൾ പിന്നീട് ഈ ത്വരീഖത്തിന്റെ നേതൃത്വത്തിലെത്തി. അബുൽ അബ്ബാസ് മുർസി എന്ന് പറഞ്ഞാൽ നമ്മൾ അലക്സാണ്ട്രിയയിൽ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മഹാനാണ്. മസാറിന്റെ അടുത്തായിട്ട് വേറെ വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. ഞാൻ പള്ളിക്കാണ് ഇപ്പോൾ കയറുന്നത്. കണ്ടോ, വിശാലമായ ഒരു പള്ളിയാണ്. എത്ര ഇതിൻ്റെ സ്പേസ് നോക്ക്. അൽഹംദുലില്ലാഹ്, എത്ര ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ്. ഇവിടെ ഉറൂസൊക്കെ ഉണ്ടാകലുണ്ട്. ഏത് മാസമാണെന്ന് കറക്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പം ഇതിലൊക്കെ ആൾ നിറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം അത്രയും വലിയ പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിൻ്റെ പുറം ഭാഗത്തായിട്ട് കണ്ടോ വലിയ പാറകളാണ് കേട്ടോ ഈ കാണുന്നത്. കല്ലിങ്ങനെ കൂട്ടിയിട്ട പോലെയല്ല, പാറകളാണ്. അല്ലാ. അപ്പം ഈ മഹാനോട് സലാം പറഞ്ഞു കൊണ്ട് പോവാണ് കേട്ടോ. എന്താ പറയുക, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് 2 കുറ്റിയും നടുവിലൊരു കയറൊക്കെ, വേസ്റ്റോ കിണറോ എന്തോ കയറ. ഇതിങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഇതെന്തോ വാട്ടർ ടാങ്കാന്ന് തോന്നുന്നത്. ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ലോറിയിൽ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഉണ്ടോ, ഇവിടെ കിണറൊക്കെ സ്പോൺസർ ചെയ്തിടാരോ. ഹസൻ ഷാദുലി. പിന്നെ ഇവിടെ ബിൽഡിംഗ് ഉണ്ട്, സാഹകൾ കുറേ ഉണ്ട്. അവിടെ വേറെ സാഹ ഉണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തന്നെ വേറെ രൂപത്തിലാണ്, ഒരു ശൈലിയൊക്കെ കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ സ്റ്റോറുകളും ഇതിൻ്റെ പരിസരത്തായിട്ടുണ്ട്. ഇവിടെ ചോക്ലേറ്റുകൾ, തണുത്ത വെള്ളം, ജ്യൂസ് എല്ലാം ലഭിക്കും. ഈ ബിൽഡിംഗ് എല്ലാം കാലിയായി കിടക്കുകയാണ്. സാഹചര്യങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള വീട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലെത്തിട്ടോ. ഇവിടെ ഒരു കൂജ ഉണ്ടോ, വെള്ളമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, മഹാനെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്ന് ഇനിയിപ്പം ഇവർ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്വാദിഷ്ടമായ ഭക്ഷണമാണോ അല്ലയോ, എന്തായാലും ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണമല്ല, ഒരു ബർക്കത്തുള്ള ഭക്ഷണമായിരിക്കും. അൽഹംദുലില്ലാഹ്, ഒരു ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എന്ത് ചോറാ? ബീഫാണല്ലേ? റൈസുണ്ട്, ബീഫുണ്ട്, പിന്നെ ഇതെന്ത് സാധനമോ, ഉരുളക്കിഴങ്ങ. ഈ ഭക്ഷണം നല്ല രസമുണ്ട്. കൂടുതലും മസാല ഒന്നുമില്ല. ഇതെന്താ സാധനം? സേമിയന. പിന്നെ ബീഫും തന്നെ അധികം മസാല ഒന്നും ഇല്ലാതെ വേവിച്ചെടുത്ത രൂപത്തിലുള്ളത്. ഇവരെ ഭക്ഷണം ഏൽപ്പിക്കല്ലാതെ വേറെ രക്ഷയില്ല. വേറെ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലില്ല. ശീലയിക്കണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. شكرا جزاك الله. ربنا ييسر اموركم ان شاء الله. امين ان شاء الله. ان شاء الله. امين. بارك في اعمالكم. امين. اللهم امين. ان شاء الله. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഇവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് പോകാൻ കേട്ടോ. ഞാൻ പഴയ ഡ്രസ്സ് തന്നെ ഇട്ട് കുളിച്ച് മാറ്റി പുതിയതൊക്കെ ഇട്ടിരുന്നു. സിയാറത്ത് കഴിഞ്ഞിട്ട് പഴയ തന്നെ ആക്കി. ഞാൻ കാറിലാണ് പോകാനുള്ളത്. അതിൽ വെള്ളമൊക്കെ ഇട്ട് പോയാലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, പഴയ ഡ്രസ്സ് തന്നെ മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, ഷാദുലി ഇമാമിൻ്റെ അവിടെ സിയാറത്ത് ചെയ്യണമെന്ന് ഇപ്രാവശ്യം ഒരു മനസ്സിലൊരു കരുത്തുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. ഒന്നാമത് ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അപ്പോഴാണ് ലുക്കുമാനെ താല്പര്യം അറിയിച്ചതും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്തതും അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ കഴിഞ്ഞതും വലിയ സന്തോഷം. ഞങ്ങളിപ്പോൾ സ്വീകരിച്ച സാഹല്ലേ, അതുപോലെയുള്ള സാഹ ഈ കാണുന്നതൊക്കെ അതുപോലെയുള്ള സാഹാണ്. പല ടീമായിട്ട് ചെയ്യണതാണ്. ആ സ്വാഹ ഏതെങ്കിലും ഷെയ്ഖിൻ്റെ കീഴിൽ നടക്കണതേ കാരണം. അപ്പോൾ അതിനുള്ള ഫണ്ടൊക്കെ ആ ഷെയ്ഖിൻ്റെ വഴി ഇവർക്ക് കിട്ടും. അപ്പോൾ അവിടെ താമസിക്കാനുള്ള മെയിൻ്റനൻസിനൊക്കെ ആ ഷെയ്ഖിൻ്റെ വേറെ ഏത് നാട്ടിലെ ഷെയ്ഖോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഷെയ്ഖന്മാരോ അവരെ മുരീദന്മാരൊക്കെ കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ നമ്മളെ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഞങ്ങൾ ആ ഖാദിമീങ്ങൾക്ക് ഒരു 400 പൗണ്ട് കൊടുത്തു. അൽഹംദുലില്ലാഹ്, അവർ നമുക്ക് സേവനം ചെയ്ത് തരണല്ലേ. സോ ഐ നീഡ് ടു ബൈ സംതിങ് ഫ്രഷ്. ഈ കടയിൽ എന്തുണ്ടോ നോക്കാം. ചിപ്സുകളാണ് അധികമുള്ളത്. ഒരു ചിപ്സ് ഉണ്ടോ, അങ്ങനത്തെ ചിപ്സുകൾ. പിന്നെ ഇതിൽ വലിയ ജ്യൂസ് ഐറ്റംസ് ഇങ്ങനെയുള്ള സംഗതികളാണുള്ളത്.
بكم؟ 5. عليكم السلام ورحمة كنا عليك لماذا لا إنترنت هنا؟ ايه سيدي إنترنت الحمد لله. അപ്പോൾ ഇവിടെ يبقى ميسر سو ഷാദുൽ ഇമാമിൻ്റെ അപ്പോൾ ദാ നമ്മൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ട് ആരുമില്ല. ഞങ്ങളെ വണ്ടി മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ. അവിടുന്ന് ഷാദുൽ ഇമാമിൻ്റെ അവിടുന്ന് രാത്രി തിരിച്ചു വരാൻ പറ്റൂല. പോരുകയാണെങ്കിൽ ഒരു 3:30 പോരണം. മഗ്‌രിബിന് അവർ ആ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചുവിടെ എത്തിക്കോളും. അതിനുശേഷം വന്നാൽ ഈ മരുഭൂമിയിലൊക്കെ അല്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാൻ പറ്റും. നമ്മളെ കൊള്ളടിക്കപ്പെടാനും നമ്മൾ ആക്രമിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി യാത്രയല്ല. സാധാരണ ഇദ്ദേഹത്തെ വേണമെങ്കിൽ നാളെ രാവിലെ വരെ നിൽക്കും അവിടെ. നമുക്കിപ്പോൾ എല്ലാത്തിനും സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് റാഹത്തായി ഇന്ന് തന്നെ തിരിച്ചു. ഈ മഗ്‌രിബാകുമ്പോൾ അവിടെ ഈ മർസയാലം എന്ന സ്ഥലത്ത് തിരിച്ചെത്താനാണ് പ്ലാന് ചെയ്തിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ തിരിച്ചെത്തണം. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കുന്നും മലയും മരുഭൂമിയും ഇത്ര കുന്നുകളാണ്. കണ്ടോ, അവിടെ കണ്ടോ. ബതുക്കളാണ് കേട്ടോ ഇവർ. ബതുക്കൾ അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അവരുടെ ആട്ടിൻ പറ്റങ്ങളാണ്. അല്ലോ, ഞങ്ങളിങ്ങനെ പോണ വഴിക്കൊന്ന് ഇറങ്ങിയതാണ് കാഴ്ചകളൊന്ന് കാണാൻ. ബതുക്കളുടെ വീടും അവരുടെ ആട്ടിൻ പറ്റങ്ങളും അവരുടെ വണ്ടിയും വെള്ള ശേഖരണവും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഷാദുൽ ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ മറ്റൊരു മസാറുണ്ട്. ഷെയ്ഖ് സാലിം റളിയല്ലാഹു എന്ന മഹാൻ്റെ മസാറാണിത്. അങ്ങോട്ട് പോകുമ്പോഴാണ് സാധാരണ സിയാറത്ത് ചെയ്ത് പോകല് ചിലപ്പം. പക്ഷേ അവിടെ എത്തുക എന്നുള്ള ലക്ഷ്യത്തിന് ഞങ്ങൾ പെട്ടെന്ന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ സിയാറത്ത് ചെയ്യാന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് കയറി സിയാറത്ത് ചെയ്ത് പോകാമെന്ന് കരുതി. വൈകുന്നേരം ആയപ്പം തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പല്ല വലിയ ശക്തമായ തണുപ്പല്ല, കാറ്റിലിങ്ങനെ തണുപ്പ്. ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന് ശേഖരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു ബോർഡർ സെക്യൂരിറ്റി ഉണ്ട്. ഞങ്ങളപ്പം ആ കാറിൽ നിന്ന് ഇറങ്ങി റൂം എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു റൂം എടുത്ത് ഞങ്ങൾ 600 ഈജിപ്ഷ്യൻ പൗണ്ട്, നാട്ടിലൊരു 1100 സംതിങ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അപ്പോൾ അതിൽ കയറി കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പം ഞങ്ങളിങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയതാണ് ഭക്ഷണം കഴിക്കാനും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഓഫീസാണ്. നാളെ ഞങ്ങൾ ഹർഗാഡ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടുള്ള ടിക്കറ്റ് അന്വേഷിക്കാനും ഒക്കെ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. കുഴപ്പമില്ലാത്തൊരു മീഡിയം അല്ല, ഒരു ലോ തണുപ്പാണുള്ളത്, ചൂടില്ല. ഇങ്ങനെയാണ് കാലാവസ്ഥ. ഇത് മസ്രാലം ടൗണിൻ്റെ വേറൊരു ഭാഗമാണ്. ഞങ്ങൾ വന്നിറങ്ങിയ ഭാഗമല്ല. ഇത് കുറച്ചൊക്കെ തിരക്കുള്ള അങ്ങാടികളുള്ള കടകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇത് മർസാലം തന്നെയാണ്, പക്ഷേ ഞങ്ങൾ വന്ന ഒരു ഏരിയ അല്ല, വേറൊരു ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കല്ലേ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് ഡ്രിങ്ക്സ് ഉണ്ട്. ഉള്ളിൽ പോയിട്ട് വേറൊരു കട ഉണ്ട്. ഈ രാത്രിയിലും ഇറച്ചി കച്ചവടം ചെയ്യുന്ന കട ഉണ്ട് കേട്ടോ. സമയം ഇവിടെ 7:30. ഇവിടെ ബാർ ഷോപ്പ് 1-2 ഉണ്ട് കേട്ടോ. ഇതൊരു ഫ്രൂട്ട്സ് കടയാണ്. നമ്മൾ നേരത്തെ ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങി, പഴമൊക്കെ വാങ്ങി. ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കടയാണ്. ഇവിടെ ഒരു മത്താം അൽ അന്തലൂസിയ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അതിലേക്കൊന്ന് കയറിയിട്ട് കഴിച്ചോക്കാം. ഇപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. മൊത്തം അൽ അന്തലൂസിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇപ്പം നാളെ ഹുർഗാഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് എത്ര കിലോമീറ്റേഴ്സാണ്? 300 കിലോമീറ്റർ ഉള്ളൊരു ദൂരമുള്ളൊരു സ്ഥലമാണ്. ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലറായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നാളെ കാണണം ഇൻഷാ അല്ലാഹ്. ടൂറിസ്റ്റ് ഏരിയ പോകുക, അവിടുത്തെ ആളുകളെ പരിചയപ്പെടുക, അവിടുത്തെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുക എന്നതൊക്കെയാണ് നമ്മളൊരു ലക്ഷ്യം.